നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ എല്ലാ എംഎൽഎമാർക്കും സീറ്റ് കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളിൽ ചിലർ മത്സരിച്ചേക്കാം, ചിലർക്ക് സീറ്റ് ലഭിച്ചില്ലെന്ന് വരും. ആര് മത്സരിക്കുമെന്നത് നോക്കേണ്ടെന്നും എല്ലാവർക്കും മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങണം. മണ്ഡലങ്ങളിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിലെത്താൻ പരിശ്രമിക്കുകയാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. NSSുമായുള്ള ഐക്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ നാളെ SNDP നേതൃയോഗം ചേരും. ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനയോടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ട് പ്രസ്താവനകൾ കടുപ്പിച്ച സാഹചര്യത്തിൽ UDFനെ അസ്വസ്ഥമാക്കുന്ന പ്രഖ്യാപനങ്ങൾ യോഗത്തിനു ശേഷം ഉണ്ടാകുമോ എന്ന ആകാംക്ഷ രാഷ്ട്രീയ വൃത്തങ്ങൾ സജീവമായിട്ടുണ്ട്. NSS രാഷ്ട്രീയ കാര്യത്തിൽ സമദൂരമെന്നാണ് പ്രഖ്യാപിത നയമെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആവർത്തിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തോടുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റായ BDJS ആണെങ്കിൽ BJP നയിക്കുന്ന NDAയിൽ ഘടകകക്ഷിയുമാണ്. SNDP യോഗം NSSുമായി ഐക്യത്തിന് തയ്യാറെടുക്കുകയാണെങ്കിലും സംവരണം, ജാതി സെൻസസ് പോലുള്ള വിഷയങ്ങളിൽ ഇരു സംഘടനകൾക്കും വ്യത്യസ്ത നിലപാടാണുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള താൽക്കാലിക സൗഹൃദമാണോ എന്ന ചർച്ചയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. ബസ്സിനുള്ളിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് മാങ്കാവ് ഗോവിന്ദപുരം മണൽത്താഴം ഉള്ളാട്ടുതൊടി ദീപക് ഹൌസിൽ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ വടകര സ്വദേശിനി ഷിംജിത മുസ്തഫ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ദീപകിന്റെ അമ്മ കന്യക കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നലെ ദീപകിന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. അതേസമയം ഇനി മറ്റാർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും ദീപകിന്റെ പിതാവ് ചോയ് പറഞ്ഞു. ഓൾ കേരള മെൻസ് അസോസിയേഷനു വേണ്ടി രാഹുൽ ഈശ്വറും മറ്റ് സംഘടനകളും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. ദീപകിനെതിരെ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പൊതുപ്രവർത്തകയുമാണ്. നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ വായിക്കാതെ വിട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. എന്നാൽ ഗവർണർ മടങ്ങിയതിന് പിന്നാലെ ചില ഭാഗങ്ങൾ ഗവർണർ വായിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. ഗവർണർ വായിക്കാത്ത ഭാഗം മുഖ്യമന്ത്രി സഭയിൽ വായിച്ചു. സംസ്ഥാനം പാസാക്കിയ ബില്ലുകളുടെ കാര്യത്തിലുള്ള ഭാഗമാണ് ഗവർണർ വായിക്കാതിരുന്നത്. ഗവർണറുടെ നടപടിയെ സഭ അംഗീകരിക്കുന്നില്ലെന്ന് സ്പീക്കർ AN ഷംസീറും വ്യക്തമാക്കി. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്തിയത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ചൂണ്ടിക്കാട്ടിയത്. ഇതിനിടെ തമിഴ്നാട് ഗവർണർ RN രവിയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമായി. നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കി ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേശീയഗാനത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഗവർണറുടെ നടപടിക്ക് പിന്നിൽ. പ്രസംഗത്തിന് മുൻപും ശേഷവും ദേശീയഗാനം ആലപിക്കണം എന്ന തന്റെ ആവശ്യം സർക്കാർ നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഗവർണറുടെ നടപടി. തമിഴ്നാട് നിയമസഭയിൽ തമിഴ് തായ് വാഴ്ത്തുപാടി സമ്മേളനം ആരംഭിക്കുകയും ദേശീയഗാനത്തോട് അവസാനിപ്പിക്കുകയുമാണ് പതിവ്. സർക്കാർ തയ്യാറാക്കിയ പ്രസംഗത്തിലെ പല ഭാഗങ്ങളോടും തനിക്ക് ധാർമ്മികപരമായും വസ്തുതാപരമായും വിയോജിപ്പുണ്ടെന്നും ഗവർണർ പറഞ്ഞു. അടിമാലി ഇരുമ്പുപാലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി 46-കാരിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി 3 വർഷത്തിനു ശേഷം കർണാടകയിൽ പിടിയിൽ. ഇരുമ്പുപാലം ഒഴുകത്തടം ചൂരക്കുടിയിൽ ദിനൂപിനെയാണ് കർണാടകയിൽ ശിവമോഗയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരുമ്പുപാലം സ്വദേശിനിയായ വീട്ടമ്മയെ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കൃത്യത്തിനു ശേഷം കേരളം വിട്ട പ്രതി പോലീസിനെ വെട്ടിച്ച് വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കർണാടകയിൽ ഒളിവിൽ കഴിയുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടെ എത്തി പിടികൂടുകയായിരുന്നു. BJP ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൽ ചുമതലയേറ്റു. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, മുൻ BJP അധ്യക്ഷൻ JP നഡ്ഡ എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് നിതിൻ നബീൽ പാർട്ടി അധ്യക്ഷനായി ചുമതലയേറ്റത്. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ എന്ന നേട്ടവുമായാണ് 45-കാരനായ നിതിൻ നബീൽ അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി 1 മാസം പ്രവർത്തിച്ചതിനു ശേഷമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീലിനെ പാർട്ടി ചുമതലപ്പെടുത്തിയത്. BJP ആസ്ഥാനത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പഹാരം അണിയിച്ചാണ് നിതിൻ നബീലിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിച്ചത്. ടെലിവിഷൻ പരിപാടികളിൽ ഹൈന്ദവ ദൈവങ്ങളെയും പുരാണ കഥാപാത്രങ്ങളെയും മോശമായി ചിത്രീകരിച്ചതിനെതിരെ കർണാടക ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സി എന്റർപ്രൈസസ് ലിമിറ്റഡ് പുറത്തിറക്കുന്ന പ്രശസ്ത ഹാസ്യ പരിപാടിയായ കോമഡി ഗിലാഡിഗലു എന്ന ഷോയുടെ സംവിധായകനും ചാനലിനുമെതിരെയാണ് കോടതിയുടെ വിമർശനം. ഹാസ്യത്തിന്റെ പേരിൽ മതവിശ്വാസങ്ങളെയും ദൈവങ്ങളെയും പരിഹസിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന പറഞ്ഞത്.
ഷോയിലെ ചില ദൃശ്യങ്ങൾ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം ഉള്ളടക്കങ്ങൾ സംരക്ഷണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ചാനലും സംവിധായകനും പരാജയപ്പെട്ടുവെന്നും കോടതി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3ാം ബലാത്സംഗ കേസ് പരിഗണിക്കുന്നത് മാറ്റി കോടതി. വ്യാഴാഴ്ചത്തേക്കാണ് കേസ് മാറ്റിയത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് മാറ്റിവെച്ചത്. പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തകർത്തു മുന്നേറുന്ന സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഇന്ന് ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 13,500 രൂപയിലും പവന് 1,80,000 രൂപയിലുമായാണ് വ്യാപാരം. അതേസമയം 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 11,095 രൂപയും 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 8,640 രൂപയുമായി. 9 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 5,575 രൂപയിലാണ് വിൽപ്പന നടക്കുന്നത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.